ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങിയ മാഞ്ഞാലി SNGIST കോളേജ് ജപ്തി ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് സ്വകാര്യ ബാങ്ക് അധികൃതർ താൽക്കാലികമായി പിന്മാറി. വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ മുൻ ഭരണസമിതി വീഴ്ച വരുത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായതെന്ന് കോളേജ് അധികൃതർ. കോളേജ് പൂട്ടിയാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചു രക്ഷിതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. ബാങ്ക് അധികൃതരും കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ജപ്തി നടപടി 3 മാസത്തേക്ക് മരവിപ്പിച്ചത്. ബാങ്കിന് 1 കോടി രൂപ നൽകിയതായി കോളേജ് അധികൃതർ അറിയിച്ചു. 6 വർഷം മുമ്പുള്ള കോളേജ് ഭരണസമിതിയാണ് ബാങ്കിന്റെ എറണാകുളം ശാഖയിൽ നിന്ന് 6 കോടി രൂപ വായ്പ എടുത്തത്. 1 രൂപ പോലും തിരിച്ചടക്കാതെ വന്നതോടെ മുതലും പലിശയും ചേർന്ന് 19 കോടിയായി. ഒക്ടോബർ 15-ന് ബാങ്ക് ജപ്തി നടപടിയുമായി എത്തിയപ്പോൾ മാനേജ്മെന്റ് 1 മാസത്തെ സാവകാശം ചോദിച്ചതായും 1 കോടിക്കുള്ള ചെക്ക് നൽകിയതോടെ ജപ്തി നടപടികളിൽ നിന്ന് തൽക്കാലം ഒഴിവാവുകയായിരുന്നു. കാലാവധി അവസാനിക്കുകയും കോളേജ് മാനേജ്മെന്റ് നൽകിയ ചെക്ക് അക്കൗണ്ടിൽ പണമില്ലാതെ മടങ്ങുകയും ചെയ്തതോടെയാണ് ബാങ്ക് അധികൃതർ പോലീസ് സന്നാഹത്തോടെ വീണ്ടും ജപ്തി നടപടിയുമായി എത്തിയത്. കോളേജിന്റെ 2 പ്രധാന കവാടത്തിലുമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരെ ഒഴിവാക്കി പോലീസ് ഗേറ്റ് അടിച്ച് നിയന്ത്രണം ഏറ്റെടുത്തു. വിവരമറിഞ്ഞെത്തിയ കോളേജ് ട്രസ്റ്റികൾ ബാങ്ക് അധികൃതരുമായി വീണ്ടും ചർച്ച നടത്തുകയായിരുന്നു. കോളേജ് പൂട്ടിയാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാകുമെന്ന ആശങ്കയിൽ രക്ഷിതാക്കളും സ്ഥലത്തെത്തി. കോളേജ് അധികൃതർ 1 കോടി രൂപ അടയ്ക്കാൻ തയ്യാറായതോടെയാണ് തൽക്കാലം ജപ്തി നടപടിയിൽ നിന്നും ബാങ്ക് അധികൃതർ പിന്മാറിയത്. വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ മുൻ ഭരണസമിതി വീഴ്ച വരുത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഇന്ന് കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ഒന്ന് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 1 കോടി രൂപ അവർക്ക് ലോൺ അമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഏകദേശം ഇനി 3 മാസത്തേക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു പൊതുയോഗത്തിന്റെ തീരുമാനപ്രകാരം ഇത് സെയിൽ ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട്. കോളേജ് ട്രസ്റ്റ് അല്ല, കോളേജ് സെയിൽ ചെയ്യാൻ തീരുമാനമുണ്ട്. ആ ബയർ ഇപ്പോൾ ഓൾറെഡി ഈ കോമ്പൗണ്ടിന്റെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, ചർച്ചയിൽ വന്നിരുന്നു. അദ്ദേഹം വാങ്ങും. അടുത്ത ദിവസം തന്നെ അതിന്റെ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഒരു സ്റ്റെബിലിറ്റി ഉള്ള മാനേജ്മെന്റ് ആണ് ഇവിടെ വന്നത്. ഹൈക്കോടതി ബാധ്യത അല്ല, ഫുൾ സെയിൽ ചെയ്തിട്ട് ബാധ്യത ഞങ്ങളുടെ മാനേജ്മെന്റ് തന്നെ വൈകാതെ വീടും. വിൽപ്പന മാത്രമാണ് ഈ ഇതിന്റെ മുന്നിലുള്ള ഏക പോംവഴി. ബാധ്യത തീർക്കുമെന്നും വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും അവർ അറിയിച്ചു. എന്തായാലും നമ്മളുടെ വിദ്യാർത്ഥികളുടെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പൊസഷൻ നടപടികൾ നിർത്തിവെക്കേണ്ട എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ഈ സമയം വരെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ വിദ്യാർത്ഥികളുടെ പാരൻസിൻ്റെ ആശങ്കകൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. പാരൻസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പൊസഷൻ നടപടികൾ ഇനി തുടർന്ന് ഇല്ലാത്ത രീതിയിൽ പേയ്മെൻറ്റ് എവിടെ നിന്നെങ്കിലും കിട്ടാനെങ്കിൽ അത് മേടിച്ചാണെങ്കിലും അടച്ച് പൊസഷൻ നടപടികൾ ഒഴിവാക്കാനുള്ള നടപടികളായിട്ട് മാനേജ്മെന്റ് മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, പറവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്